കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു കരിയർ ഗൈഡൻസ് സെഷനിൽ നിന്നാണ് ഒരു വളരെ രസകരമായ ഒരു അനുഭവം നേരിട്ടത്. സോ ആ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഒരു നല്ല കരിയർ ഗൈഡൻസ് നൽകുന്ന വ്യക്തിയാണ്, ട്രെയിനറാണ്. ആയിരക്കണക്കിന് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് 2 കുട്ടികളോട് അവരുടെ പാരൻസ്, അതായത് ഫാദർ പരിചയപ്പെടുത്താൻ പറയുന്നു. സോ ഫാദർ ഒക്കേഷനില്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ 2 കുട്ടികൾ അവരുടെ പാരൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഓപ്പണായിട്ട് 2 കുട്ടികളോടും അവരുടെ പാരൻസിനെ കുറിച്ച് ചോദിക്കുന്നു. സോ പറയുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾ അവരുടെ ഫാദറിനെ പരിചയപ്പെടുത്തുന്നത് എന്ന കാര്യം ബാക്കിയുള്ള ഓഡിയൻസിന് അറിയിക്കാൻ വേണ്ടിയാണ് ഓപ്പണായിട്ട് ചോദിച്ചത്. സോ ഒബ്വിയസ്ലി 2 കുട്ടികളും ഇവരുടെ അച്ഛന്മാരുടെ പ്രൊഫഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. സോ അങ്ങനെ ആണ് ശരിക്കും ആ ട്രെയിനർ അവരെ ഉത്തരം പറയാൻ പ്രേരിപ്പിച്ചത്. എന്നിട്ട് ഒരു ഉദാഹരണവും ഓഡിയൻസിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. അതായത് ഒരു വ്യക്തിയെ അറിയപ്പെടുന്നത് ആ വ്യക്തി ചെയ്യുന്ന ജോലിയിൽ കൂടി എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി സമർത്ഥിക്കാൻ ശ്രമിച്ചത്. സോ അതിൽ കൂടി അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അവരുടെ ജോലി എന്നുള്ളത് അവരുടെ ഐഡൻറ്റിഫിക്കേഷനാണ്. അതോടൊപ്പം ജോലിയാണ് ഒരാളെ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ വളരെ രസകരമായ ഒരു ഡെഫിനിഷനാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ ഒബ്വിയസ്ലി പ്രൊഫഷൻ വെച്ച് പറയുക എന്നുള്ളത് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്. സോ ഈ ഒരു രീതിയിൽ പല കരിയർ ട്രെയിനേഴ്സും പല രീതിയിലുള്ള ജോബ്സിനെ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ, പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ കരിയർ എന്ന് പറഞ്ഞാൽ ജോലി മാത്രമായി ഒതുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. വേറൊരു രീതിയിലുള്ള കരിയർ ട്രെയിനേഴ്സുമുണ്ട്, ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് ട്രെയിനേഴ്സ്. അവർ പറയുന്നത് ജോബിൽ കൂടി മാത്രമല്ല ഒരാളുടെ ലൈഫിനെ, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ജോലിയേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു മനസ്സിലാക്കൽ, ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും പഠിച്ചിട്ടും അങ്ങനെ പല കാര്യങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ, ഇവൻ നാട്ടിലായാലും ഗൾഫിലായാലും, ഒരിക്കലും ഒരു വ്യക്തിയെ അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ജോലി കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒബ്വിയസ്ലി പ്രൊഫഷൻസ് ലൈക്ക് ഡോക്ടർ, IAS ഓഫീസർ, IPS ഓഫീസർ, പോലീസ്, ലോയേഴ്സ്, ഒരു പരിധിവരെ എൻജിനീയേഴ്സ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിലും പല രീതിയിലുള്ള ആൾക്കാരുമുണ്ട്. അവരെ ഒരു ജോബ് വെച്ച് മാത്രം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാം. ഹൈ സ്റ്റാറ്റസ് ജോബുണ്ട്, ലോ സ്റ്റാറ്റസ് ജോബുണ്ട്. സോ ഹൈ സ്റ്റാറ്റസ് ജോബിലുള്ള ആൾക്കാരെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ജോബ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ളൊരു ബൂസ്റ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ലോ സ്റ്റാറ്റസ് ജോബ് അത് തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല, സബ്ജക്റ്റീവാണ്. ലോ സ്റ്റാറ്റസ് ജോബ് എന്നുള്ളൊരു കാര്യമില്ല എന്ന ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. എങ്കിലും സമൂഹം അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ജോബിലും സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് പറയുന്നത്. സോ ആ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. സോ അങ്ങനെ ലോ സ്റ്റാറ്റസ് ജോബിനെ വെച്ച് ഒരാളെ പറയുമ്പോൾ അത് അയാൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കും, അവരുടെ കുട്ടികൾക്കും അത് പ്രയാസമുണ്ടാക്കും. സോ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷനിൽ ഒരു കുട്ടിയുടെ ഫാദർ എന്നുള്ളത് ഒരു വലിയ കമ്പനിയുടെ എൻജിനീയറാണ്. അടുത്ത കുട്ടിയുടെ ഫാദർ എന്നുള്ളത് അദ്ദേഹവും എൻജിനീയറാണ്, ഡിഫറെൻറ്റ് കമ്പനിയിലാണ്. സോ 2 പേർക്കും ഒരേ രീതിയിലുള്ള ജോബ് സ്കെയിലും കാര്യങ്ങളുമായിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളുടെ ജോബ് വെച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് വലിയ പ്രയാസമുണ്ടാക്കും. സോ ഇങ്ങനെ ഒരു കരിയറിനെ വെച്ച് ഒരാളെ അളക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും വളരെ സുഖകരമായ ഒരു കാര്യമായിരിക്കില്ല നൽകുന്നത്. അതൊരു പാട്ടാണ്. ഇനി രണ്ടാമത്തെ പാർട്ട് ഓഫ് ദിസ് ഡിസ്കഷൻ, സമൂഹം വളരെ മാറിയിരിക്കുന്നു.
19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും വന്ന ഇൻഡസ്ട്രിയലൈസേഷനാണ് ഇന്ന് കാണുന്ന 9 to 5 ജോബ് കൾച്ചറും അതുപോലെ ഷിഫ്റ്റ് വർക്കും ഫാക്ടറി വർക്കും അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് കാണുന്നത് ഈ എസ്പെഷ്യലി ആഫ്റ്റർ COVID-19 വർക്ക് ഫ്രം ഹോം വന്നു. അതോടൊപ്പം ഒരു പെർമനൻറ്റ് ജോബ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ മൊത്തമായി ഒരു ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കുക, എന്നിട്ട് പെൻഷൻ വാങ്ങി റിട്ടയർ ചെയ്യുക എന്നൊക്കെയുള്ള കൺസെപ്റ്റ് എന്നുള്ളത് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഒരാൾ ഒന്നിൽ കൂടുതൽ ജോബ് ചെയ്യും ത്രൂ പോയിൻ്റ് ഓഫ് ടൈം. ഒരു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറെ ജോബ് ചെയ്യും, പിന്നീട് റിസൈൻ ചെയ്ത് വേറെ ജോബ് ചെയ്യും. ചിലപ്പോൾ ഒരേ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ജോബായിരിക്കും, അതിൻ്റെ ഡിഫറെൻറ്റ് ഡെസിഗ്നേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജോബിൽ നിന്ന് മാറി എൻ്റയർലി ഡിഫറെൻറ്റ് സെനാരിയോയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. സോ their പ്രൊഫൈൽ വിൽ ചേഞ്ച്. അതുകൂടാതെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവരുടെ പ്രത്യേകത, അവർ ഒരു ജോബ് ചെയ്യും ടു കീപ്പ് ദെയർ ഫിനാൻസ്, അതോടൊപ്പം ഫിനാൻഷ്യൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട് ഹൈ പേയിങ് ജോബ് ആയതുകൊണ്ട് തന്നെ അത് റിട്ടേൺ ചെയ്യും. അതോടൊപ്പം ഫോർ പാഷൻ വീക്കെൻഡ്സിലും പാർട്ട് ടൈമായിട്ടൊക്കെ വേറൊരു ജോബ് ചെയ്യും. സോ അതും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. സോ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഒരേ സമയം ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഒരു പ്രൊഫഷൻ വെച്ച്, ഒരു കരിയർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതും വേറൊരു സിറ്റുവേഷനാണ്. സോ വി നീഡ് ടു കൺസിഡർ ദാറ്റ്. സോ മാറി വരുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് സാഹചര്യത്തിൽ, കരിയർ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരാളെ ഒരു മോണോലിത്തിക് അല്ലെങ്കിൽ ഒരു വൺ വേർഡ് വെച്ചിട്ട് പറയാൻ പറ്റില്ല. മറിച്ച് സെയിം പേഴ്സൺ ഗോസ് ഇൻ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ്. സോ നമുക്ക് ഒരാളെ, ഉദാഹരണത്തിന് ഒരു എൻജിനീയറാണ്, അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, അദ്ദേഹം നല്ലൊരു ഗാർഡനറാണ്, അദ്ദേഹം ഒരു യൂട്യൂബറാണ്, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. സോ സെയിം വ്യക്തി ഡിഫറെൻറ്റ് റോളുകൾ നിർവഹിക്കുന്നുണ്ട്. സോ നമുക്ക് ഒരാളെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതൊക്കെ പറയേണ്ടതായിട്ട് വരും. അതല്ല, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ കരിയർ സമയത്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്തൊരു ഡിസൈൻ എൻജിനീയറായിട്ടായിരുന്നു, പിന്നീട് ക്വാളിറ്റി എൻജിനീയറായി, കുറച്ച് കഴിഞ്ഞ് സെയിൽസ് എൻജിനീയറായി, പിന്നെ കുറേ കഴിഞ്ഞ് കൊമേഴ്ഷ്യൽ മാനേജറായി, പിന്നീട് ഡയറക്ടറായി, അങ്ങനെ മാറി മാറി വരും. സോ അവിടെയും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വി കനോട്ട് ഡിഫൈൻ എ പേഴ്സൺ വിത്ത് എ പർട്ടിക്കുലർ ജോബ് ആസ് ദർ കരിയർ. സോ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് കരിയർ ട്രെയിനേഴ്സിനെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ജോലി എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിൻ്റ് അല്ല, മറിച്ച് ഇറ്റ്സ് വൺ ഓഫ് ദ വേ ഓഫ് മേക്കിംഗ് ദെയർ ഏർണിംഗ്, അല്ലെങ്കിൽ ജീവിത സാഹചര്യം കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കരിയർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. പല കാര്യങ്ങളും അതിൽ വന്നു ചേരുന്നുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. സോ എ കരിയർ ട്രെയിനർ ഇതുപോലെ യങ് ക്രൗഡിൻ്റെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ, അവരുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ ഇതുപോലെ കരിയറിനെയും പ്രൊഫഷനെയും ജോലിയെയും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ കുട്ടികളെന്നുള്ളത് പണ്ടത്തെ പോലെയല്ല. ദേ ആർ മച്ച് അഡ്വാൻസ്ഡ്. അവർ തിങ്കിങ് അഡ്വാൻസ്ഡ് ആണ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അഡ്വാൻസ്ഡ് ആണ്, താങ്ക്സ് ടു ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഈ പറയുന്ന കരിയർ ട്രെയിനർ മാത്രമല്ല, മറ്റ് പല രീതിയിലുള്ള, പല ലെവലിലുള്ള ഗ്ലോബൽ കരിയർ ട്രെയിനേഴ്സിനെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടുമൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളിലേക്ക് വരുന്നത്. സോ തീർച്ചയായിട്ടും കരിയർ ട്രെയിനേഴ്സും അപ്ഡേറ്റഡ് ആകേണ്ട ആവശ്യമുണ്ട്. ഒരു 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് എടുത്ത ക്ലാസ്സുകൾ പോലെയല്ല, കാലം മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റിംഗ് എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചില കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ബോധമുണ്ടായിരിക്കില്ല, അവർ അപ്ഡേറ്റഡ് ആയിരിക്കില്ല. സോ അവർക്ക് തെറ്റായ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡായ ഒരു രീതിയിലുള്ള നോളജാണ് കൊടുക്കുന്നത്, വിച്ച് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. കരിയറുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ജോലിയല്ല ഡിഫൈൻ ചെയ്യുന്നത്, അവർ വാങ്ങിക്കുന്ന സാലറി, ശമ്പളമല്ല അവരെ ഡിഫൈൻ ചെയ്യുന്നത്, മറിച്ച് അവൾ
എന്തൊക്കെ കാര്യത്തിൽ കേപ്പബിളാണ്, ഹൗ ഇമ്പാക്ട്ഫുൾ ദാറ്റ് പേഴ്സൺ ഇസ് എന്നുള്ളതാണ് ശരിക്കും ആ വ്യക്തിയെ അവരുടെ കരിയർ കപ്പാസിറ്റി കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എ കരിയർ, അതോടൊപ്പം ജോലി എന്നുള്ളത് മാത്രമാണ് കരിയർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.